വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മീഷോ ഹോളാണ് കേട്ടോ. മീഷോ ഹോൾ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. പിന്നെ ഒരു ഫ്ലിപ്കാർട്ടിൽ ഒരു കുർത്തി കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ നമ്മുടെ വീഡിയോ കണ്ട് നോക്കാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. പിന്നെ ഞാൻ കോഡ് താഴെ കമൻറ്റില്ല പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, റേറ്റ് ഞാൻ ഇതിൻ്റെ മേളിൽ എവിടെയെങ്കിലും സൈഡിൽ കൊടുക്കാം കേട്ടോ. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ടോപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ കുർത്തി നമുക്ക് ഏതാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ആദ്യത്തെ ഡ്രസ്സ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ലതാണ്. ഒരു വൈറ്റ് പ്രിൻ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇത് ഫുള്ളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 38 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്ക് ഇത് പറ്റത്തില്ല. ഒരു മീഡിയം ഹൈറ്റുകാർക്കും ഹൈറ്റ് കുറവുള്ളവർക്കും ഇത് സ്യൂട്ടാണ്. കാരണം ഇതിൻ്റെ ഇറക്കം നിങ്ങൾക്കല്ലേ കിട്ടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനിത് എടുത്തിരിക്കുന്നത് ലാർജാണ് കേട്ടോ. ഇത് ഞാൻ ലാർജാണ് എടുത്തിരിക്കുന്നത്. പിന്നെന്താ, ഇത് പ്ലീറ്റഡ് കുർത്തിയാണ് കേട്ടോ. കണ്ടാൽ മനസ്സിലാവും ആയിരിക്കും. എന്താ, പ്ലീറ്റഡ് കുർത്തിയാണ് കേട്ടോ. ഇത് പ്ലീറ്റഡ് കുർത്തിയാണ്. പിന്നെന്താ പറയുക, കൈ വന്നിട്ട് ഒരു 3/4 കൈ അല്ല, പക്ഷേ നമുക്ക് എന്നാൽ മുട്ടിന് തൊട്ട് മുകളിൽ വരെ നിൽക്കുന്ന ഒരു രീതിയിലുള്ളൊരു കൈയാണ് കേട്ടോ. ഒരു കുട്ടി കൈയാണ്. എന്നാൽ ഹാഫ് സ്ലീവ് അല്ല 3/4 അല്ലാത്തൊരു രീതിയിലുള്ള കൈയാണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് വി ആയിട്ടുള്ള ഒരു നെക്കാണ്. വി നെക്കാണ് കേട്ടോ. ഇപ്പോഴത്തെ മോഡലിലുള്ള നല്ലൊരു വി നെക്കാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ ഇത് പാർട്ടീഷൻ പോലെ ഇങ്ങനെ ഒരു നടുക്കൂടെ ഇങ്ങനെ ഒരു സംഭവം പോയിട്ടുണ്ട്. അതായത് ഈ ഒരു നെക്ക് ഇങ്ങനെ വി പോലെ വന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ താഴേക്ക് പോയിട്ടുണ്ട്. നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ ഒന്ന് വാഷ് ചെയ്തു. ഇതിന് കളറൊന്നും പോകില്ല കേട്ടോ. നല്ല സാധനമാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇതുപോലെ ഒരു ഷോയ്ക്ക് 2 സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നുമല്ല, ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് അവരിട്ടേക്കുന്നതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് റയോണിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഇതിന് ഏകദേശം ഞാൻ ഈ പറഞ്ഞ ഡിസ്കൗണ്ടിൽ ആണ് കേട്ടോ മേടിച്ചത്. ഞാൻ ഡിസ്കൗണ്ട് വാങ്ങിച്ചപ്പോൾ എത്രയോ 260 അങ്ങനെ എന്തോ സംതിങ്ങിലാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ നല്ലതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. തുണിയൊക്കെ ആണെങ്കിലും നമുക്ക് നല്ലതാണ് കേട്ടോ. സുഖമാണ് ഇടാനൊക്കെ, നല്ല സുഖമാണ് കേട്ടോ ഇടാൻ. നല്ല കളറുമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പിക്ചർ ഏതെങ്കിലും ഒരു സൈഡിൽ കൊടുക്കാം കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇത് കാണാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഇതൊന്ന് വാങ്ങിച്ച് നോക്കാം കേട്ടോ. നല്ലതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കുർത്തി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് നല്ല കോട്ടൻ്റെ കുർത്തിയാണ്. നല്ല എന്താ പറയുക, നല്ല സുഖമാണ് കേട്ടോ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയത്ത് ചൂടൊട്ടും എടുക്കില്ല കേട്ടോ ഇതിട്ട് കഴിഞ്ഞാൽ. ഇത് ഫീഡിങ് കുർത്തിയാണ്. നമ്മുടെ ഫീഡിങ്ങുകാർക്കൊക്കെ നല്ല ഓപ്ഷനാണ് കേട്ടോ ഇത്. ഇതിൻ്റെ യോക്ക് ഭാഗമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. വേറെ ഒരു പാറ്റേൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സെയിം കളറിൽ തന്നെ വേറെ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു നമുക്ക് യോക്കിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കഴുത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ടാവും ചെറിയൊരു ഇതുപോലത്തെ ഒരു ഡിസൈനിലൊരു എന്താ പറയുക, ഒരു ലേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ രീതിയിലുള്ള ഒരു ലേസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോലെയാണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് വന്നിട്ട് നല്ല വൈഡാണ് കേട്ടോ. നല്ല സുഖമാണ് ഇടാനും വേണ്ടിയിട്ട്. നമുക്കൊക്കെ നല്ല ഇതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കൈയും നല്ല 3/4 കൈയാണ്. നല്ല ലെങ്ത്തുള്ള കൈയാണ്. പിന്നെ കൈയുടെ ഇതുപോലെ ഭാഗത്ത് ഇതുപോലത്തെ ലേസ്, ആ സെയിം നമ്മുടെ കഴുത്തിലുള്ള ആ സെയിം ലേസ് നമ്മുടെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതാണ് കേട്ടോ കാണാനൊക്കെ. ഒരു പ്രത്യേക ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്താ പറയുക, ഇടാനും നല്ലൊരു സുഖമാണ്. പിന്നെ നല്ല വിരിവും ഉണ്ട് കേട്ടോ. ഇത് ഞാനെടുത്തിട്ടുള്ള ലാർജാണോ നോക്കട്ടെ. ഞാനിത് എടുത്തിട്ടുള്ളത് മീഡിയം ആണ് കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയമാണ്. പക്ഷേ മീഡിയം ആയിട്ട് കൂടി എനിക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഒന്നും വന്നിട്ടില്ല. അത് കറക്റ്റ് എനിക്ക് പാകമായിരുന്നു. നല്ല വിരിവും ഉണ്ട് കേട്ടോ. നല്ല സുഖമാണ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ പ്രത്യേകത. നല്ല സുഖമാണ് കേട്ടോ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമേ ഇല്ല കേട്ടോ. മേടിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ചിങ്ങും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും വന്നിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് നമുക്കിങ്ങനെ സ്ലിറ്റിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുറുക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് തയ്യലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് മുറുക്കണം, കുറച്ച് ലൂസായിട്ട് അവിടെ കിടക്കാമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷേപ്പിന് വേണ്ടിയിട്ട് ഇതൊന്ന് വലിച്ചു കെട്ടിയാൽ മാത്രം മതി. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലും സെയിം, ആ ബാക്കിലും ഇതുപോലെ തന്നെ നല്ല ഞൊറി വന്നിട്ടുണ്ട്. പ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിരിവിലാണ് കേട്ടോ അവർ പ്ലീറ്റ്സൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് നല്ല സുഖമാണ് ഇടാനും. ഒരുപാട് ബോറിങ്ങോ അങ്ങനെ തോന്നില്ല കേട്ടോ. നല്ലതാണ്. നമുക്ക് വേണ്ടി പറഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത രീതിയിലാണ് കേട്ടോ നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ എവിടെയെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ആ റേറ്റും കാര്യങ്ങളും. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ വാങ്ങിച്ചതിൽ കുറച്ച് റേറ്റ് ഉണ്ടായിരുന്നു ഇതിനായിരുന്നു. എങ്കിലും 500 താഴെയായിരുന്നു ഇത് നിന്നത്. 420 അങ്ങനെ കണ്ടുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആ റേറ്റിൽ എനിക്ക് ഭയങ്കരമായിട്ടും ക്വാളിറ്റി ഉള്ളൊരു സാധനമായിട്ട് തോന്നി. കാരണം നല്ല കോട്ടനാണ്, കളർ ഒട്ടും പോവില്ല. നല്ല ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ലതാണ്, നമുക്ക് നല്ല സുഖമാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫീഡിങ്ങുകാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അല്ലാതെ നോർമലായിട്ട് നമുക്ക് കുർത്തിയായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഇതിന് ഈ
എന്താ പറയുക, നമ്മുടെ ഈ സിബ് ഉണ്ടെങ്കിൽ സിബ് ഉണ്ടെന്ന് അറിയില്ല, ആ രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങളൊന്ന് വാങ്ങിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ കുർത്തി. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കുർത്തിയിലേക്ക് കിടക്കാം കേട്ടോ. മൂന്നാമത്തെ കുർത്തി വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു കുർത്തിയാണ്. ഇത് ഞാൻ ലാർജാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ലാർജ് വന്നിട്ടൊരു പൊട്ടിക്ക് ഞാനൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൈ വന്നിട്ട് 3/4 ലെങ്ത്താണ്, ഒരുപാട് ലെങ്ത് ഇല്ല, പക്ഷേ എങ്കിലും നമ്മുടെ മുട്ടിൻ്റെ ഒപ്പം വരെ നമുക്ക് നിൽക്കുന്ന ഒരു ലെങ്ത്താണ് കേട്ടോ. പിന്നെ ഇത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാ എൻ്റെ ഒരു കലാവിരുതാണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഷുഗർ ബീറ്റ്സൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ വെച്ചാണ് കേട്ടോ. ഈ ഒരു 3 നിരയിൽ കാണുന്ന ഷുഗർ ബീറ്റ്സ് ഒഴിച്ച് ബാക്കി ഈ സ്റ്റാറൊക്കെ ഇതിലുണ്ടായിരുന്നതാണ്. ഇതിന് വെറും 220 230 ആ ഒരു റേറ്റിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു റേറ്റിൽ എനിക്ക് നല്ല ഡിസ്കൗണ്ട് ആയിരുന്നു, നല്ല സുഖമാണ് ഇത് ഇടാനും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു റേറ്റിൽ നമുക്കൊരു കുർത്തി ഇന്നത്തെ കാലത്ത് കിട്ടില്ല. പക്ഷേ ഞാൻ ഈ ഒരു മോഡൽ ഇങ്ങനെ ചുമ്മാ ചെയ്യുകയും കൂടെ ചെയ്തപ്പോൾ കുറച്ചുകൂടി റേറ്റ് തോന്നും, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിൽ സിബ്ബ് വന്നിട്ടുണ്ട്, ഇതുപോലെ ഒരു സിബ്ബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫീഡിങ്ങാർക്ക് സിബ്ബ് കൊടുത്തിട്ടുണ്ട്. ഫീഡിങ്ങാർക്ക് ഫീഡിങ്ങാർക്ക് ഇത് അല്ലാതെ നോർമലായിട്ട് യൂസ് ചെയ്യാം. സിബ്ബ് വേണമെങ്കിൽ എടുത്ത് കളഞ്ഞാൽ മതി. ഇനി സിബ്ബ് ഉണ്ടെങ്കിൽ പോലും അറിയില്ല അത് ഫീഡിങ്ങാർക്ക്, അത് ഫീഡിങ് ചെയ്യാനുള്ള സിബ്ബ് പെട്ടെന്ന് അറിയില്ല കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ ഇതിന് പറയാം, പിന്നെ ഇതിന് നല്ല ഞൊറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ നല്ല പോലെ പ്ലീറ്റ്സ് കണ്ടോ, നല്ല പോലെ ഞൊറി കൊടുത്തിട്ടുണ്ട്, നല്ല വിരിവുണ്ട്. ഇതൊക്കെ ഞാൻ നല്ല ഗുഡ് റിവ്യൂസ് കണ്ടതിന് ശേഷം മാത്രമാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മളെ പോലുള്ളവർ ഇതുപോലെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും മേടിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല ലെങ്ത്താണ് കേട്ടോ കിട്ടുന്നത്, ഒരു 40 ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ നോർമലായിട്ട് എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ മേടിച്ച് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നല്ല ചൂടൊന്നുമില്ല, നല്ല സുഖമായിട്ട് തന്നെ യൂസ് ചെയ്യാം. റയോൺ മെറ്റീരിയലൊക്കെ അല്ലേ, അപ്പോൾ വലിയ കട്ടിയോ കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും എന്നാൽ നല്ല സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കുർത്തി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കുർത്തി നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ഖാദി മെറ്റീരിയലിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുർത്തിയായിരുന്നു. അപ്പോൾ ഇതിന് 450 ആ ഒരു റേറ്റിലുണ്ടായിരുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര നമ്മൾ പ്രഗ്നൻ്റ് ആയ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഫീഡിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കെന്തോ വിചാരമായിരുന്നു, ഇനിയിപ്പോൾ ഫീഡിങ് കുർത്തി മാത്രമായിരിക്കും ഇടാൻ പറ്റുള്ളൂ, നമുക്ക് സ്റ്റൈലായിട്ടുള്ള ഒരു ഡ്രസ്സും ധരിക്കാൻ പറ്റില്ല, ഇനിയിപ്പോൾ അതൊക്കെ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് കേട്ടോ ഈ ഒരു കുർത്തി കണ്ടത്. ഇത് കണ്ടതേ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പോൾ തന്നെ വാങ്ങിച്ചു കേട്ടോ, കാരണം നല്ല കുർത്തിയായിരുന്നു. ഞാനിത് ഈ ഒരു ടോപ്പ് ഞാൻ ഒരു തവണയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് കേട്ടോ. കാരണം നമുക്കിത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസി ലുക്കാണ് കേട്ടോ. ഒരുപാട് ആർഭാടത്തിലുള്ള ഒരു ലുക്കല്ല, എന്നാൽ നമുക്കൊരു എന്താ പറയുക, നമുക്ക് ഏതെങ്കിലും നല്ലൊരു ഓഫീസിൽ അല്ലെങ്കിൽ അങ്ങനെ കാഷ്വലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കോളേജിലായാലും നമുക്ക് എവിടെ പോകുമ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഒരു നമ്മളൊരു അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ആ രീതിയിലുള്ള ഒരു ടോപ്പാണ് കേട്ടോ കണ്ടത്. ഇതിൻ്റെയൊക്കെ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മോഡലാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു മോഡലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇതിന് കോളറൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനത്തെ ഒരു കോളറിലൊക്കെയാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. ഞാൻ മേടിച്ചിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം സൈസാണ് കേട്ടോ. എനിക്കിതൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, മീഡിയം സൈസിൽ വാങ്ങിച്ചിട്ട് എനിക്ക് വണ്ണമൊന്നും കുറയ്ക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഹാഫ് സ്ലീവാണ് കേട്ടോ. ഇത് ഖാദി മെറ്റീരിയലിലുള്ളതാണ്. പിന്നെ ചൂടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എടുക്കില്ല. ഇതിന് കളർ ചേഞ്ച് വേറെ ഒന്നുമില്ല, ഈ ഒരൊറ്റ കളറേ ഉള്ളൂ. ബാക്കി നമ്മൾ കാണിച്ച എല്ലാ കുർത്തീസും തന്നെ വേറെ കളർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ഷെയ്ഡിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഷെയ്ഡിൽ മാത്രമാണ് ഇത്രയും നല്ല ലുക്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം നല്ലതാണ്, ഇതിന് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ഞാനിതിൻ്റെ ലെങ്ത്ത് കുറച്ച് വെട്ടിയും കൂടെ കളയേണ്ടി വന്നു, കാരണം അത്രയും ലെങ്ത് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഓരോരുത്തർക്കും വേണമെങ്കിൽ ഇഷ്ടമനുസരിച്ച്, എനിക്ക് കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് വെട്ടിക്കളഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ലെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കാം. പിന്നെ ഇതിൻ്റെ ബട്ടൺസും കാര്യങ്ങളും, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ ഈ ഒരു കഴുത്തിൻ്റെ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ശരിക്കും ഇവിടെ സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഞാനിത് ഓപ്പൺ ആക്കിയിട്ട് കൊടുത്തേക്കുന്നത് എനിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് ഞാനിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കി ആ സ്റ്റിച്ച് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫീഡിങ്ങുകാർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. സാധാ ഇത് ശരിക്കും ഫീഡിങ് കുർത്തി അല്ല, പക്ഷേ ഫീഡിങ്ങുകാർക്ക് നമുക്കിങ്ങനെ ഇത് സ്റ്റിച്ചിങ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഫീഡിങ്ങുകാർക്കും യൂസ് ചെയ്യാം കേട്ടോ, നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ എന്നെ പോലെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് പറഞ്ഞാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ 2 വള്ളിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അതുണ്ടോ, 2 സൈഡിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല. നമുക്കിതുപോലെ 2 വരി വലിച്ചിട്ട് ഇങ്ങനെ ഇവിടെ നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കെട്ടിക്കൊടുക്കാം. പിന്നെ നല്ല ഞൊറിയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. നല്ല ഞൊറിയും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ല ലെങ്ത് ഉണ്ട്, നല്ല തുണിയാണ്. കളർ പോകാനും മാത്രം അങ്ങനെ ഒരു ഫെയ്ഡായി പോകത്തില്ല.
ഞാനിത് ഒന്ന് കഴുകിയതാണ്, പക്ഷേ എനിക്കിതുവരെ അങ്ങനെ കളറൊന്നും മങ്ങിയതായിട്ടോ ഒന്നും തോന്നുന്നില്ല. ഇപ്പോഴും നല്ല പുതുപുത്തം പോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. 450 അങ്ങനെ ആ ഒരു റേറ്റേ ഉള്ളൂ. പക്ഷേ ആ റേറ്റിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഡിസ്കൗണ്ടിലുണ്ട്. ആ ഡിസ്കൗണ്ട് മീഷോയിൽ നമുക്ക് കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഡിസ്കൗണ്ടിൽ തന്നെ നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത് ഇപ്പോൾ തന്നെ പോയി ഓർഡർ ചെയ്യാം കേട്ടോ. നല്ലൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ടോപ്പ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ ടോപ്പ്. അപ്പോൾ ഇനി 4ാമത്തെ അല്ലേ? അതെ, 4ാമത്തെ ടോപ്പ്. അപ്പോൾ ഇനി 5ാമത്തെ ആൻഡ് ഫൈനലി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ കാണിച്ചിട്ട് നമ്മുടെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ. അപ്പം നമുക്ക് ഇത് നോക്കാം. ഇതാണ് കേട്ടോ. ഇതും നമ്മുടെ മീഷോയിൽ സെയിം ഞാൻ കണ്ടതായിരുന്നു. പക്ഷേ മീഷോയിൽ ഇതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ മോശമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മീഷോയിൽ വാങ്ങിക്കാതിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ റിവ്യൂസ് എപ്പോഴും കണ്ടതിന് ശേഷം മാത്രം മേടിക്കാം. റിവ്യൂസൊക്കെ വളരെ മോശമായിരുന്നു ഞാൻ മീഷോയിൽ കണ്ട സമയത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് എന്നിട്ട് ഞാൻ നേരെ പോയി ഫ്ലിപ്കാർട്ടിൽ നോക്കി. പക്ഷേ എനിക്ക് ഫ്ലിപ്കാർട്ട് തന്നെ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഫ്ലിപ്കാർട്ടിൽ ഇത് 240 ആ ഒരു റേറ്റ് ആയിട്ടുള്ളൂ ഈ ഒരു ടോപ്പിന്. ഇത് റയോണിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ ഇതിന് കോളറുണ്ട്. ഇതുണ്ടാ നല്ലൊരു കോളറൊക്കെ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ സൈഡിൽ ഇതിൻ്റെ പിക്ചർ കൊടുക്കാം കേട്ടോ. അതിന് കോളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ഫുള്ളും ബട്ടൺസാണ് കേട്ടോ. ഇത് ഒരു എ ലൈൻ കുർത്തി പോലെയാണ്, പ്ലേറ്റഡ് കുർത്തിയല്ല, ഫുള്ളൊരു എ ലൈൻ കുർത്തിയാണ്. പിന്നെ സ്ലിറ്റ് ഒന്നും ഓപ്പൺ അല്ല കേട്ടോ. സ്ലിറ്റ് ഓപ്പൺ അല്ല. ഇതിൻ്റെ ആ ഫ്രണ്ടിലത്തെ മാത്രം സ്ലിറ്റ് കുറച്ച് ഓപ്പൺ ആണ്, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഫുള്ളും ബട്ടൺസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കിത് ഫീഡിങ് ഓപ്ഷൻ വേണ്ടതുകൊണ്ട് തന്നെ ഞാനിത് ജസ്റ്റ് ഇവിടെ ഫ്രണ്ടിൽ മാത്രം ഒന്ന് ഓപ്പൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബട്ടൺസ് ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം ഓപ്പൺ ആക്കിയിട്ട് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് ബട്ടൺസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഫീഡ് ചെയ്യാനും നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെ. പിന്നെ കൈയുടെ കാര്യം പറയുകയാണെങ്കിൽ കൈയുടെ ഇതുപോലത്തെ സൈഡിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സംഭവമൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ബട്ടൺസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കൈയുടെ അറ്റത്തായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു ക്ലാസ്സി ലുക്കാണ് കേട്ടോ. നല്ലൊരു രസമാണ് കേട്ടോ ഇത് ഇടുമ്പോൾ തന്നെ. അതിൻ്റെ കളർ ഈ ഒരു കളറും പിന്നെ വേറൊരു കളറും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2 കളറിലെങ്ങാണ്ട് ഇത് അവൈലബിൾ ഉള്ളൂ. പക്ഷേ ഈ ഒരു കളർ നല്ലതാണ് കേട്ടോ. വൈറ്റും ഈ ഒരു ഗ്രീനും ഒരു കോമ്പിനേഷൻ, നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾ എന്തായാലും വാങ്ങിച്ച് നോക്കാം കേട്ടോ ഫ്ലിപ്കാർട്ടിൽ. അതിൻ്റെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് നിങ്ങൾ വാങ്ങിച്ച് നോക്കാം കേട്ടോ. ഇതിൻ്റെ റേറ്റ് കൂടിയും കുറഞ്ഞും വരുന്നുണ്ട്. ഇത് തന്നെ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ആദ്യം 300 കാണിച്ചിട്ട് പിന്നെ ഞാൻ മേടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ 200 അങ്ങനെയൊക്കെ മാറി വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇത് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ഡ്രസ്സാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ മീഷോയിൽ വാങ്ങിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഡിസ്കൗണ്ടിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡിസ്കൗണ്ട് എല്ലാം മാക്സിമം തന്നെ യൂട്ടിലൈസ് ചെയ്ത് തന്നെ നിങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് റേറ്റ് കുറവിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സും മീഷോയിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ. ഈ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്ന ഞൊറിയൊക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇതും മീഷോയിൽ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കോഡ് ഇപ്പോൾ അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് എടുത്ത് പറയാത്തത്. ഞാൻ നോക്കി ഇതിൻ്റെ കോഡ് ഇപ്പോൾ അവൈലബിൾ അല്ല, ഇപ്പോൾ കാണുന്നില്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് കേട്ടോ കാണിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ബൈ.